take one intro clip for the video. It's snowing outside and we are trying to take a cinematic video. This Okay, guys, we are going out in snow. It's snowing in Tbilisi right now. Yeah, that's our plan. Guys, Let me try showing you guys the snow. It's not that visible, but we will. Yeah, it is snowing. Yes, it is. Now we three are gonna go in the car to the tea shop. രണ്ടിലാറിയുടെ വണ്ടി അല്ല 2 ലാറിയുടെ ചായ കുടിക്കാൻ 10 ലാറിയുടെ പെട്രോൾ അടിച്ചു പോകും. I think I can get some in the camera. Little bit. ലിറ്റിൽ ബിറ്റ് അല്ലേ സത്യമായിട്ട് നല്ല സ്നോ ഉണ്ട്. Yeah, it's coming. When I play something black in front of the camera, it's coming. What do you mean by that? Like the jackets, dude. Very ആവണം. അയ്യോ എന്റെ അമ്മോ തന്നിട്ട് ഉറച്ച്. அப்புறம் கைஸ் இப்போ நம்ம டீ சாப்பிட போறோம். இன்னும் பெருசாக சொல்றதுக்கு இல்லை, வெளில ஸ்னோவை பார்த்தோம், ஒரு டீ அடிச்சா எப்படி இருக்குன்னு ஒரு എക്സ്പീരിയൻസ്. നമ്മുടെ നാട്ടിലൊക്കെ മഴയത്ത് നല്ല ചൂട് ചായയിട്ട് അട്ട വൈവാണ്. അതേ സംഭവം മഞ്ഞത്ത് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ரொம்ப நேரம் ப்ராக்டிஸ் பண்ணிட்டு இருந்தோம். ചായ പഴംപൊരി എന്നാ தெரியுமா? தெரியுது. என்னப்பா எங்க ஊர்ல பஜ்ஜி, உங்க ஊர்ல பழம்புரி. அவ்வளவுதான். ബജ്ജി എന്ന് പറഞ്ഞത് അയ്യോ അതല്ല. ബ്രേക്ക് അടിக்கிறீங்கன்னு புரியுது. ബജ്ജി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ബജ്ജി ഉണ്ട്. വാഴയ്ക്ക ബജ്ജി, പിന്നെ കിഴങ്ങ് ബജ്ജി, അങ്ങനെ കുറെ ബജ്ജി സാധനങ്ങളുണ്ട്. പക്ഷെ പഴംപൊരി ഈസ് ഡിഫറെന്റ്. டேய் தம்பி, என்னப்பா பிரேக் இப்படி டப் டப் പ്രോപ്പർ സ്ഥലമാണ് ടീ സ്പോട്ട് എന്ന് പറഞ്ഞ സ്ഥലം. സോ അത് ഇവിടെ അല്ല, നമ്മൾ നിൽക്കുന്ന ദിഗോമ എന്ന് പറഞ്ഞ ഏരിയയിലാണ്. ട്രാഫിക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 1/2 an hour 45 minutes. സോ അവിടം വരെ നമ്മൾ പോകണം ഒരു ചായ കുടിക്കണേ. सपने देखना अच्छी बात है. ഗൈസ്, ഒരു ടെസ്ല പോയി ഉമ്മ വെച്ച് എത്ര രൂപയായിരിക്കും? അല്ല, ടെസ്ല നമ്മൾ മെർസിഡീസ് സ്ക്രാച്ച് ചെയ്ത് നമ്മൾ പഠിച്ചില്ല. ഇനി അടുത്തത് ടെസ്ല നമുക്ക് വേണമെന്ന് നോക്കാം. നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന ടെസ്ല ഇതാണ്. നമ്മുടെ ടിബ്ലിസിൽ ആദ്യമായിട്ട് പ്രോപ്പർ ചായക്കട കൊണ്ടുവരുന്ന ഈ ഏരിയയിലാണ്. നമ്മുടെ ടിബ്ലിസിയിൽ ആദ്യമായിട്ട് പ്രോപ്പർ ടീ സ്റ്റാൾ ആയിട്ട് കൊണ്ടുവരുന്നത്, അതായത് മലയാളികൾ തന്നെ ടീ സ്പോട്ടായിട്ട് കൊണ്ടുവരുന്ന ആദ്യത്തെ ഷോപ്പ് നമ്മുടെ ഇക്കയുടെയാണ്. എനിക്ക് തോന്നുന്നു മെയ് ലാസ്റ്റ് അല്ല മെയ് ഫസ്റ്റ് മന്ത് ആ ഒരു ടൈമിലാണ് കൊണ്ടുവരുന്നത്. ആൻഡ് ഇവിടുത്തെ വൈബ് ദാറ്റ് ഈസ് ഡിഫറെന്റ്, റൈറ്റ്? നിങ്ങൾ 2 പ്രാവശ്യത്തിന് മുമ്പ് വന്നിട്ടുണ്ടോ? 4-5 times, 3-4 times. അപ്പോൾ ഞാനും ദീപക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും
ഞാൻ ദീപക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പം ഞാനും ദീപക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാമി This shop is called Tarantino. Where we used to. Yeah, Adingata. That's the one. We used to come here in first year, second year, and all when there was no other shops. It was our go-to shop with our friends and all. A lot of history are here. history has been started here. More shops this way. This whole area is called. What's this area? ഞാനും നീയൊക്കെ ആദ്യമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ലൈക്ക് വി പ്രോപ്പർലി മീറ്റിംഗ് ആൻഡ് അപ്പൊ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഞാനും ദീപക് ഇങ്ങനെ 12 മണിക്കൊക്കെ കളിക്കാൻ പോകും. എന്നിട്ട് രാത്രി 3 മണി 4 മണി ആകുമ്പോൾ ഇവിടെ ചായ കുടിക്കാൻ വരും. ഇവിടെ രാത്രി 5 മണി വരെ ഇത് തുറന്നിരിക്കും. രാത്രി 5 മണി നല്ല തണുപ്പൊക്കെ ആയിരിക്കും. എന്നിട്ട് സെറ്റായിരിക്കും ഇവിടെ ചായ കുടിക്കാൻ. അപ്പൊ അത് നമ്മളിപ്പം അതിന്റെ വൈബ് എന്താണ്, കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പൊ നമ്മളിവിടെ വരുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. But you can already see a group of Indians standing there. And group of Indians always stand near. അല്ല, ഇതൊന്നും അല്ല. ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കും. ഈ റോട്ടിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിരിക്കുമായിരിക്കും. അതാണ് വൈബ് എന്ന് പറയാൻ മൊത്തത്തിൽ വൈബാണ്. വെരി ഗുഡ് റൈറ്റ്. അങ്ങനെ ഇത് ഷർത്തുക്ക് താങ്ക് യു. വാ നല്ല തണുപ്പ്. ഇതെന്ത് പിള്ളേ, ഇതെന്ത് സംഭവം? ഇതെന്തേക്കാ ഈ പരിപ്പോടെ ഒരു ഇപ്പുറത്തുള്ള പഴംപൊരിയാ, സമൂസ. ഇതെന്താ ഇത്? മുട്ടവട. എനിക്കൊരു പഫ്സ് വേണം. ഇപ്പൊ 2 പഫ്സ്. നിനക്കെന്താ വേണ്ടേ? ഒരു കട്ട്ലേറ്റ് 2 പഫ്സ്. ഇതെങ്ങനെ ഇതായിട്ടാണോ വരുന്നത്? കോംബോ സിംഗിൾ പീസ് കട്ട്ലേറ്റാ ഡബിൾ പീസ്? மேல பின்னாடி போக முடியாது. ബാബா ഇനി അങ്ങോട്ട് മാറി ഇന്ന് കഴിക്കട്ടെ.